വീണ്ടും നെയ്യാറ്റിൻകര സമാധി കേസിലേക്ക് കല്ലറ പൊളിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് സബ് കളക്ടർ പറഞ്ഞു. വിവരങ്ങളുമായി പ്രജിത്ത് ചേരും. നേരത്തെ VSDPയുടെ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. ഇതുതന്നെയാണ്, ബന്ധുക്കളെ അറിയിക്കാതെയാണ് ഈ കല്ലറ പൊളിക്കാനായി, സമാധി സ്ഥലം പൊളിക്കാനായി എത്തിയത് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധം ഉയർത്തുന്നത്. ഒരു വിഭാഗത്തിൻ്റെ മാത്രം വാക്ക് കേട്ടുകൊണ്ട് ദുരൂഹത ആരോപിച്ച് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഒരു വിഭാഗം നാട്ടുകാർ ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ സമാധി സ്ഥലം പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് അവർ എടുത്തത്. ഏതായാലും സബ് കളക്ടർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. താൽക്കാലികമായി കല്ലറ പൊളിക്കൽ നിർത്തിവച്ചിരിക്കുന്നു. ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കാനാണ് സബ് കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അവിടെ സംഘർഷം നേരിയ തോതിൽ ഉണ്ടായിരുന്നു. അതായത് ഈ കല്ലറ പൊളിക്കാനെത്തിയ സബ് കളക്ടറുടെ സംഘത്തെ തടയാൻ ശ്രമിച്ചിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് ഒപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, പുതിയ വിവരങ്ങൾ പ്രകാരം താൽക്കാലികമായി കല്ലറ പൊളിക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നു അല്ലേ? അതെ കൃഷ്ണരാജ്, കാരണം വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. ഒരു വിഭാഗം നാട്ടുകാർ ഈ കുടുംബത്തിനെതിരെ സംഘടിച്ചു വരുമ്പോൾ മറ്റൊരു വിഭാഗം ഈ കുടുംബത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ആചാരപ്രകാരമുള്ള അദ്ദേഹം സ്വയം സമാധിയായത് എന്നൊക്കെയുള്ള വാദങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ചില സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരും അവിടെ കുടുംബത്തെ പിന്തുണച്ചെത്തുന്നുണ്ട്. കാരണം അവർ തന്നെയാണ് അദ്ദേഹം സമാധിയാകുന്ന വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതും അത് സംബന്ധിച്ച നോട്ടീസുകളടക്കം അവർ പുറത്തിറക്കിയിരുന്നു. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഇതിന് പിന്നിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ല. പക്ഷേ ദുരൂഹതകൾ ആരോപിക്കുന്നവർക്ക് മറ്റ് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കുടുംബത്തെ അനുകൂലിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന റിപ്പോർട്ട് പറയുന്നത്. അഭിഭാഷകരടക്കമുള്ളവർ ഈ കുടുംബത്തിന് പിന്തുണയുമായി അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ഇപ്പോൾ സബ് കളക്ടറുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. താൽക്കാലികമായി ഈ സമാധി പൊളിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ളത്. അത് കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം കുടുംബത്തിന്റെ കൂടി ഭാഗം കേട്ട ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പുതിയ നിലപാട്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചൊരു യോഗം ഒരുപക്ഷെ അവിടെ ചേരാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതും അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ വശം കൂടി കേട്ട ശേഷം ഈ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സബ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം രണ്ട് ഭാഗത്തു നിന്നും അവിടെ ഉണ്ടാകുന്നുമുണ്ട്. ശരി, ബന്ധുക്കളുടെ ഭാഗം കൂടി കേട്ടിട്ടാകാം ഇനി തുടർ നടപടികൾ എന്ന തീരുമാനത്തിലേക്ക് സബ് കളക്ടർ എത്തുന്നു. ഏതായാലും സമാധി കേസിൽ കല്ലറ പൊളിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്.